Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ. അത് മാത്രമല്ല എക്സാം റിലേറ്റഡ് ലൈവ് നമ്മൾ ഇന്നലെ ആദ്യത്തെ പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 6:30 നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് വിട്ടിട്ട് ഒന്നുമില്ല ഇനി. ഓക്കെ, ദെൻ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ അതിന്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാളുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2021 പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സും കൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഇതിനകത്ത് മുമ്പുള്ള വീഡിയോയിൽ കണ്ടതാണ്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ആൻസേഴ്സ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻസേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ സെക്ഷൻ എ ആദ്യം 15 ചോദ്യങ്ങൾ വരുന്നു. നമ്മൾ മെജോറിറ്റി പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നാളത്തെ പേപ്പറിൽ ഇതൊക്കെ. സോ ആദ്യം ഡിഫൈൻ ഓൺട്രപ്രണർ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, 2 സെന്റൻസ് മതി. സോ an entrepreneur is one, കുറച്ചും കൂടി സൂം ചെയ്ത് തരാം. an entrepreneur is one who brings together the factors of production and combines them into a product. 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഹൂ ഈസ് എ പ്യുവർ ഓൺട്രപ്രണർ. പ്യുവർ ഓൺട്രപ്രണർ ആരാണ്? 2 മാർക്സിന്റെ ചോദ്യത്തിൽ നമുക്ക് ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും പറയണം, എന്തായാലും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതാണ്, ദേ ബിലീവ് ഇൻ ദെയർ ഓൺ പെർഫോമൻസ് വൈൽ അണ്ടർടേക്കിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. They undertake business ventures for their personal satisfaction, status and ego. They are guided by the motive of profit. അല്ലേ, നമ്മൾ ഇന്നലെ എക്സാം റിലേറ്റഡ് ലൈവില് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മെൻഷൻ 4 സോഷ്യൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു 3 സോഷ്യൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. So number 1, social system, customs and tradition, social setup, rationality of the society. 4 എഴുതിയിട്ടുണ്ട്. സോ 2 മാർക്സ് ആകുമ്പോൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാണ്ട് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 2 മാർക്സിന്. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്പർ 4, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണ്? ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. സോ ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആർ ദി പ്രോഗ്രാംസ് ഇൻറ്റൻറ്റഡ് ടു പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് വെഞ്ചേഴ്സ്. CDP എന്താണെന്നുള്ളൊരു ചോദ്യമാണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. ഇനി നമ്പർ 5, മെക്കാനിസം ഓഫ് മീഡിയം ടൈം ഫിനാൻസ് ടു ഓൺട്രപ്രണർ. ഏതെങ്കിലും ഒരു ഫിനാൻസിനെ പറ്റിയിട്ട് എല്ലാ പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും അത് നോക്കിയിരിക്കണം. ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയുള്ള ആൻസർ അല്ല. അത് 4ാമത്തെ. ഓൺട്രപ്രണർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ബൈ ബ്രിങ്ങിങ് ടുഗദർ എ യുണീക്ക് പാക്കേജ് ഓഫ് റിസോഴ്സസ് ടു എക്സ്പ്ലോയിറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. സോ അതാണ് എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഞാനും വിചാരിച്ചു EDP ആണ് ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ബൈ ബ്രിങ്ങിങ് ടുഗദർ എ യുണീക്ക് പാക്കേജ് ഓഫ് റിസോഴ്സസ് ടു എക്സ്പ്ലോയിറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ്. ഉള്ള റിസോഴ്സസിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അല്ലേ യൂസ് ചെയ്ത്. ദെൻ മീഡിയം ടൈം ഫിനാൻസിൻ്റെ
എക്സ്പ്ലനേഷൻ ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇത് ഇഷ്യൂ നടത്താം ഫണ്ടിന് വേണ്ടിയിട്ട്. ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, സ്വന്തം പ്രോഫിറ്റ്, പബ്ലിക് ഡിപ്പോസിറ്റ്. ദെൻ ക്വസ്റ്റ് നമ്പർ 6 EDP ആണ്. Entrepreneurship development programs are programs intended to promote entrepreneurship and entrepreneurs. അല്ലേ? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നു നോക്കിയാൽ. EDP ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് എക്സ്പാൻഷൻ ആണ്. വാട്ട് ഈസ് MUN, അതുപോലെ തന്നെ KVIC, ദെൻ NIESBUD. 4 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 4 ചോദ്യങ്ങളാണ് കേട്ടോ. സോ MUN എന്താന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. മഹിളാ ഉദ്യാൻ നിധി, സ്കീംസ് ടു ഹെൽപ്പ് വിമൻ ഓൺടർപ്രണേഴ്സ്, അതാണ് MUN. പിന്നെ KVIC എല്ലാ പേപ്പറിലും വരാറുള്ളതാണ്. ദി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ an act of parliament in 1956, promoting ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻ ദി റൂറൽ ഏരിയാസ് ഇൻ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് KVIC. പിന്നെ NIESBUD എല്ലാ പേപ്പറിലും ഏതെങ്കിലും മിനിമം 2 അതോറിറ്റീസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻസോ മറ്റു കാര്യങ്ങളോ. സോ നമ്പർ 9 ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ്, അതാണ് NIESBUD, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1983 ബൈ ദി മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ആസ് an apex body for coordinating and overseeing the activities of various institutions, agencies engaged in entrepreneurship development, particularly in the area of small industry and small business. അപ്പോൾ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. നമ്പർ 10 ബൗണ്ടി എന്താണ്? ഇൻസെൻറ്റീവ്, സബ്സിഡി, ബൗണ്ടി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. ബൗണ്ടി denotes a bonus or financial aid given to an industry to help it to compete with other units established in the country or in a foreign market. നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 വാട്ട് ഈസ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യവും നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റ് ആണ് കേട്ടോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് മാനുഫാക്ചറിങ് ദി സെയിം പ്രോഡക്റ്റ് ആർ യൂഷ്വലി ഹൗസ്ഡ് ഇൻ ദീസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, സെയിം ടൈപ്പ് പ്രോഡക്റ്റ്. These industrial estates also serve as a base for expansion of small units into large units. അപ്പോൾ സ്മോൾ യൂണിറ്റ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അതിനെ ലാർജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സെയിം പ്രോഡക്റ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12 സീഡ് ക്യാപിറ്റൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടായിരുന്നു സീഡ് ക്യാപിറ്റലോ ബ്രിഡ്ജ് ക്യാപിറ്റലോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും മാറി മാറി വരുന്നുണ്ട്. സോ എന്തായാലും പഠിച്ചിരിക്കണം. സീഡ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മേ ബി ഗിവൺ ഇൻ ദി ഫോം ഓഫ് സോഫ്റ്റ് ലോൺ, ഇൻട്രസ്റ്റ് ലോൺ, ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ഗ്രാൻഡ് ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ് എക്സെട്ര ആസ് ഗ്രാൻഡ്സ് ഇൻ ദി എയ്ഡ് ഫോർ ദി സീഡ് ക്യാപിറ്റൽ സപ്പോർട്ട് ടു അപ്രോപ്രിയേറ്റ് ഇൻക്യുബേറ്റ്സ്. അപ്പോൾ ബിസിനസ് അതിൻ്റെ തുടക്ക അല്ലേ ആ ഒരു ടൈമിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം. അതുകൊണ്ടാണ് ആ ക്യാപിറ്റലിനാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയാം. വളരാൻ വേണ്ടിയിട്ട് സീഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മേ ബി ഗിവൺ ഇൻ ദി ഫോം ഓഫ് സോഫ്റ്റ് ലോണോ ഇൻട്രസ്റ്റ് ഫ്രീ ലോണോ അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്കൊന്നും വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പോലെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കുന്ന ലോണിനെയാണ് നമുക്ക് സീഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഫീസിബിലിറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്. വാട്ട് ഈസ് ഇക്കണോമിക് ഫീസിബിലിറ്റി? സോ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇക്കണോമിക് ഫീസിബിലിറ്റി എന്താണ്? സോ നമ്പർ 14 ദി ഇക്കണോമിക് ഫീസിബിലിറ്റി ആസ്പെക്ട് ഓഫ് എ പ്രോജക്റ്റ് റിലേറ്റ്സ് ടു ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അല്ലേ അതിൻ്റെ ഫീസിബിലിറ്റി അത് ഒരു പ്രോജക്റ്റുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന അല്ലേ അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയാം. നമ്പർ 14 സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണ്? 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വ്യൂസ് ഇറ്റ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് റാഷണൽ വയബിലിറ്റി. ദി കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് however takes into account not only the direct cost and benefits which will accrue the project implementing body but also total cost which all entities connected with the project
will have to bear and benefits which will be enjoyed by all such entities. Simple ആയിട്ട് എന്താ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമുക്ക് അല്ലേ എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സൊസൈറ്റി അല്ലേ, അത് എന്താണ് പറയുക, അതിൻ്റെ സൊസൈറ്റി കൂടി ലിങ്ക് ചെയ്യാണ്. വ്യൂസ് ഇറ്റ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് റാഷണൽ വൈബിലിറ്റി. The cost benefit analysis, however, it take into account not only direct cost and benefits which will accrue to project implementing body, അവർക്കുള്ളത് മാത്രമല്ല ടോട്ടൽ കോസ്റ്റ് വിച്ച് ഓൾ എൻറ്റിറ്റീസ് കണക്റ്റഡ് വിത്ത് ദി പ്രോജക്റ്റ്. നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ബെനിഫിറ്റ്. അതുകൊണ്ടാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാപനത്തിൻ്റെ കേസ് മാത്രമല്ല, അപ്പോൾ കുറച്ചുകൂടി വൈഡായി. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. And last question number 15. Four factors affecting location decision affecting the 4 factors explain ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ. അവൈലബിലിറ്റി ഓഫ് സഫിഷ്യൻറ്റ് സ്പേസ് വേണം, ഈസി അവൈലബിലിറ്റി ഓഫ് ലേബർ അല്ലെ, ഒരു ലൊക്കേഷൻ എടുക്കണ സമയത്ത് ലേബർ വേണം, റോ മെറ്റീരിയൽ അറ്റ് റീസണബിൾ പ്രൈസ്, അവൈലബിലിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ ആൻഡ് ഇറ്റ് സപ്ലൈ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്കൊരു ലൊക്കേഷൻ അല്ലേ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതാണ് 15 ചോദ്യങ്ങൾ ആദ്യത്തെ. ഇനി നെക്സ്റ്റ് പാർട്ട് ബിയിലുള്ള 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, വളരെ ഈസി ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്പർ 16, ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് ബുക്കിലുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെയാണ് എക്സാമിന് പ്രസൻറ്റ് ചെയ്യേണ്ടത്. Entrepreneur refers to a person who set up his own business ആണ്. Intrapreneur ഒരു എംപ്ലോയി ആണ്. ദെൻ അപ്രോച്ച്, ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്, റിസ്റ്റോറേറ്റീവ് അപ്രോച്ച് ആണ്. ഇവിടെ റിസോഴ്സസ് യൂസസ് ഓൺ റിസോഴ്സസ്, സ്വന്തം റിസോഴ്സസ് ആണ് ഓൺട്രപ്രണറുടെ. മറ്റേതെന്ന് പറയുമ്പോൾ റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദി കമ്പനിയാണ്. ദെൻ ക്യാപിറ്റൽ ആണെങ്കിലും എന്താണ് ഓൺട്രപ്രണറാണ് റേസ് ചെയ്യുന്നത്, ഇവിടെ കമ്പനിയാണ് റേസ് ചെയ്യുന്നത്. എംപ്ലോയി മാത്രമാണ് ഇൻട്രാപ്രണർ. ദെൻ എൻ്റർപ്രൈസ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ്, ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അവിടെ ഒരു എംപ്ലോയി മാത്രമാണ് ഇൻട്രാപ്രണർ. ഡിപ്പെൻഡൻസി യൂസസ് ഓൺ റിസോഴ്സസ്, ഇവിടെ എൻ എക്സിസ്റ്റിംഗ് വൺ ഓൾറെഡി ബിസിനസ്സിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റിസ്ക് എന്ന് പറയുന്നത് ഓൺട്രപ്രണറാണ് എടുക്കുന്നത്, ഇവിടെ കമ്പനിയാണ് എടുക്കുന്നത്. ദെൻ ക്രിയേറ്റിംഗ് എ ലീഡിംഗ് പൊസിഷൻ ഇൻ ദി മാർക്കറ്റ്, ഇവിടെ സ്ഥാപനത്തിൽ ചേഞ്ച് ആൻഡ് റിന്യൂ ദി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷണൽ സിസ്റ്റം ആൻഡ് കൾച്ചർ. അപ്പോൾ ഒരു ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ആരാണ്, റിസ്ക് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഓൺട്രപ്രണർ. ആ ഒരു സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി, സ്കില്ലുള്ള ഒരു എംപ്ലോയി ആണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 5 മാർക്കിൻ്റെ വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. നമ്പർ 17, റൈറ്റ് ഡൗൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എഗെയിൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കാര്യത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം കേട്ടോ. കീ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഉള്ള റിസോഴ്സസിനെ, നമ്മുടെ മുമ്പിലുള്ള എല്ലാ റിസോഴ്സസിനെയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു, അല്ലെ, മൊത്തത്തിൽ എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടാണ് ഒരു ഓൺട്രപ്രണർ ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ. അതിലൂടെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടുന്നു, അല്ലേ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു എന്നുള്ളതാണ്. ദെൻ എൻഷുർ ഇൻഡസ്ട്രിയലൈസേഷൻ, സ്ഥാപനങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം എന്നാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യാവസായിക വിപ്ലവം തന്നെ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, ബിസിനസ്സുകാർ പുതിയ അവരുടെ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ്. ദെൻ ഇന്നോവേഷൻ ഈസ് ദി ഗേറ്റ് വേ, ദെൻ അലൗ ഗ്ലോബൽ മാർക്കറ്റ് എൻട്രി. ഇതൊക്കെയാണ് ഈസി ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ള അവിടെയും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18, മെൻഷൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്. DICനെ പറ്റിയുള്ളൊരു ചോദ്യം റിപ്പീറ്റ് ആണ്, ഇതിനേക്കാൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു അതോറിറ്റി ടു ആക്സിലറേറ്റ് ദി ഓവറോൾ ഇഫേർട്സ് ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട്, ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലെ അല്ല ഇൻഡസ്ട്രിയലൈസേഷനെ ആക്സിലറേറ്റ് ചെയ്യുക. ദെൻ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയൽ എന്താണ് ഓരോരോ എന്താണ് സ്മോൾ ഇൻഡസ്ട്രീസ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്കണോമിക് ഇക്വാലിറ്റി ഇൻ വാരിയസ് റീജിയൻസ് ഓഫ് ദി ഡിസ്ട്രിക്ട്. ഒരു റീജിയണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കും എല്ലാ ഏരിയയിലും, അതിനെ മാറ്റുക എന്നുള്ളതാണ്. ഒരു ഇക്വാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. പ്രൊവൈഡിങ് ദി ബെനിഫിറ്റ് ഓഫ്
the government schemes to the new entrepreneurs. പുതിയ ഓണ്ടർപ്രണേഴ്സിനെ ഗവൺമെന്റ് സ്കീംസ് പരിചയപ്പെടുത്തി അവർക്കത് ആക്സസബിൾ ആക്കുക. Then centralization of procedures required to start a new industrial unit and minimization of efforts. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പുതിയ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പെർമിഷൻ ഉണ്ടാക്കണം, ലൈസൻസ് എവിടെ നിന്നൊക്കെ മേടിക്കണം, രജിസ്ട്രേഷൻ എങ്ങനെയാണ്, സബ്സിഡി, ഇൻസെൻറ്റീവ്സ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ NSIC. ഇപ്പോൾ മറ്റൊരു അതോറിറ്റീനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. NSIC 2 മാർക്കിലോ 5 മാർക്കിലോ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ. NSIC, സോ NSIC സർട്ടിഫൈഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ enterprise under Ministry of Micro, Small and Medium Sized Enterprise. NSIC has been working to promote, aid and foster the growth of MSME in the country. MSMEസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്, അതോറിറ്റിയാണ്. NSIC operates through country-wide network of offices and technical centers in the country. In addition, NSIC has set up training cum incubation centers managed by professional manpower. അപ്പോൾ MSME അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു അതോറിറ്റിയാണ്, അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20, റൈറ്റ് ഡൗൺ ദി നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇൻസെൻറ്റീവിൻ്റെയും സബ്സിഡിയുടെയും എന്താണ് നീഡാണ്. ഇൻസെൻറ്റീവും സബ്സിഡിയും നമ്മൾ സ്ഥാപനങ്ങൾക്ക്, ഓണ്ടർപ്രണേഴ്സിന് അല്ലേ, ഫേമിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ MSME ചെറിയ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഇംബാലൻസ് ഉണ്ടാവരുത്, ഒരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കൺസെഷനും സബ്സിഡി അല്ല ഇൻസെൻറ്റീവ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നമ്പർ 2, ടു പ്രൊവൈഡ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നതും അതിലൂടെ അവർ വളരാൻ ട്രൈ ചെയ്യുക. ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്പർ 3, ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരെയല്ല ചെയ്യുക ബിസിനസ്സുകാർ. ഈ ഇൻസെൻറ്റീവ്സും കൺസെഷനും സബ്സിഡിയൊക്കെ കണ്ടിട്ട് ബിസിനസ്സിലോട്ട് വരുമ്പോൾ ടു പ്രൊമോട്ട് ഓണ്ടർപ്രണർഷിപ്പ് മോർ ദാൻ എനിത്തിങ്, ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു. നമ്പർ 21, ലിസ്റ്റ് ഔട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി ടു ഓണ്ടർപ്രണേഴ്സ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരേ തരത്തിലുള്ള ബിസിനസ് അല്ല വരുമ്പോഴാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഓണ്ടർപ്രണേഴ്സിനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കുകയാണ്. ദെൻ എൻകറേജ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ദി കൺട്രി. മറ്റൊരു കാര്യം, അവർക്കൊരു ഏരിയ പ്രൊവൈഡ് ചെയ്യല്ലേ. Decentralize industries to the rural and backward areas, encourage ancillarization in surroundings of major industrial units. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരേ തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതിനുള്ള അക്കോമഡേഷൻ കൊടുക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, ദ നമ്പർ 22, 2 മാർക്കിലും 5 മാർക്കിലും പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് സിംഗിൾ വിൻഡോ സിസ്റ്റം? സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണ്? നിർബന്ധമായി നോക്കി വയ്ക്കുക കേട്ടോ, 2 മാർക്സിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക്. സോ ദി കീ objective of single window portal is to ensure time-bound processing of application and issue of clearance by various departments of state for establishing, expanding an enterprise. Expansion വേണ്ടിയിട്ടുള്ളതാണ് single window for services that required during normal course of business, including renewal. Some of key features of single window portal, single window system കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശ്യം സിംഗിൾ പോയിന്റ് ആക്സെപ്റ്റൻസ് ആൻഡ് ഇലക്ട്രോണിക് distribution of application to the respective competent authority without the need for application to physically visit the offices. സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ നേരെ അങ്ങോട്ട് ചെല്ലാണ്ട് തന്നെ ഒറ്റ ഗേറ്റ് വേയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നടത്തിപ്പിക്കാൻ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. ഓഫീസിലോട്ട് വരാണ്ട് തന്നെ ഒരു പറഞ്ഞ എന്താണ് ഡിജിറ്റൽ ഫോർമാറ്റിലൂടെ തന്നെ എന്ത് ബിസിനസ്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ കസ്റ്റം ജനറേഷൻ ഓഫ് ഫോംസ്, ഇൻഡിവിജ്വൽ കോമ്പറ്റന്റ് അതോറിറ്റി അലോങ് വിത്ത് റിക്വസിറ്റ് അറ്റാച്ച്മെന്റ്, സിംഗിൾ പോയിന്റ് ഓഫ് ക്യാപ്ചർ ഓഫ് ഇൻഫർമേഷൻ വിത്ത് ഫീച്ചർ ഓഫ് ഓട്ടോ പോപ്പുലേഷൻ ഡാറ്റ,
ഓൺലൈൻ അപ്രൂവൽ ബൈ കൺസേൺ കോമ്പറ്റന്റ് അതോറിറ്റി ആൻഡ് പ്രൊവിഷൻ ടു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും ഒറ്റ വിൻഡോ സിസ്റ്റം എല്ലാ കാര്യങ്ങൾക്കും ബിസിനസ്സുകാർക്ക് അപ്രൂവ് ചെയ്യാൻ ഒരൊറ്റ സംഭവമാണെങ്കിൽ അവിടെ വേറൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ്. ഓൺലൈൻ ട്രാക്കിംഗ് ഓട്ടോമാറ്റിക് അലേർട്സ് ടു ആപ്ലിക്കൻസ് ത്രൂ SMS. ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കോംപ്ലക്സിറ്റിയിലോട്ട് കൊണ്ടുപോകാണ്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ഈ പറഞ്ഞ സിംഗിൾ വിൻഡോ സിസ്റ്റം സഹായിക്കും. പ്രൊവിഷൻ ഫോർ ദി ആപ്ലിക്കൻറ്റ് ടു റേസ് ഗ്രീവൻസസ് ഓൺലൈൻ ത്രൂ സിംഗിൾ വിൻഡോ പോർട്ടൽ. ഓക്കെ, അങ്ങനെ യൂസ്ഫുൾ ആവുന്നതാണ് ഈ പറഞ്ഞ സിംഗിൾ വിൻഡോ സിസ്റ്റം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് MSME. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. MSME റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. So MSME promote all inclusive growth by providing employment opportunities. MSME first point is MSME employ around 120 million persons, becoming the second largest employment generating sector after agriculture. ഈ പറഞ്ഞ മീഡിയംസ് അല്ലെ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസിലൂടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. ദെൻ കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് GDP വർദ്ധിക്കുന്നു. ദെൻ എക്സ്പോർട്ട് കൂടുന്നു. ഇതൊക്കെ ബെനഫിറ്റാണ് വരുന്നത് കേട്ടോ. പ്രൊമോട്ട് ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഇതാ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു 4-5 പോയിൻ്റ് ഇതാണ് വരുന്നത്, പിന്നെ വരുന്ന പോയിൻറ്റ്സ് ഇതാണ്, ബുക്കിലുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് essay പാർട്ടിലോട്ടാണ് പോകേണ്ടത്. ലാസ്റ്റ് 4 ചോദ്യങ്ങൾ. ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചാപ്റ്റർ നമ്പർ 1 നിന്നും, ലാസ്റ്റ് ചോദ്യം ചാപ്റ്റർ നമ്പർ 5 നിന്നും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ essay വന്നത്. 2 ചാപ്റ്ററാണ് essayക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. സോ ആദ്യത്തെ essay ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ, രണ്ടാമത്തെ narrate the problems of women entrepreneurship and its remedies, easy. Then illustrate the phases or process of EDP. Then project report, അതിൻ്റെ ഫോമാറ്റ് ഫോർ ന്യൂ ബിസിനസ്, ഇതാണ് വന്നേ. സോ നമുക്ക് essayയുടെ പോയിന്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ അതിലാദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ ആണ്. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ് നേരത്തെ പറഞ്ഞ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ. ക്ലാസിഫിക്കേഷനിൽ ആദ്യം തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓൺട്രപ്രണർ ഉണ്ട്, ട്രേഡിംഗ് ഓൺട്രപ്രണർ, ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, കോർപ്പറേറ്റ് ഓൺട്രപ്രണർ, അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. ഓക്കെ, നിർബന്ധമായും പഠിച്ചു നോക്കിയാൽ അതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ടെക്നോളജിയുടെ ബേസിൽ ടെക്നിക്കൽ ഓൺട്രപ്രണർ, നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ, പ്രൊഫഷണൽ ഓൺട്രപ്രണർ 2 മാർക്കിൽ വന്നിട്ടുള്ളതാണ്. ദെൻ മോട്ടിവേഷൻ്റെ ബേസിൽ പ്യുവർ ഓൺട്രപ്രണർ, ഇൻഡ്യൂസ്ഡ്, മോട്ടിവേറ്റഡ്, സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ, ഇതിലേതെങ്കിലും 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ദെൻ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ, അതുപോലെ തന്നെ മോഡേൺ ഓൺട്രപ്രണർ, ക്ലാസിക്കൽ ഓൺട്രപ്രണർ, ഇതും ഈ പറഞ്ഞ പോലെ 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഓൺട്രപ്രണറിയൽ ആക്ടിവിറ്റി, അത് നോവൈസ്, സീരിയൽ ഓൺട്രപ്രണർ, പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ. ഇതിൽ പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ essay മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ബിക്കോസ് നമ്മളിത് എക്സാം റിലേറ്റഡ് ലൈവിൽ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. ഇനി ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡെൻഹോഫ്, ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ വന്നിട്ടുള്ളതാണ്. ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണർ, ഇതൊക്കെ 2 മാർക്കിനെങ്കിലും വരാം. ഫാബിയാൻ, ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്, ഓക്കെ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. കൊമേഴ്ഷ്യൽ ഓൺട്രപ്രണേഴ്സ്, സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഇതാണ് essayക്ക് ചോദിച്ചിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഓഫ് വിമൻ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഈസി ക്വസ്റ്റ്യൻ ഏറ്റവും ഇത് തന്നെയാണ്. ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്, ഫണ്ട് ഇല്ലാത്ത പ്രശ്നം. നമ്മൾ ഇന്നലെ എക്സാം റിലേറ്റഡ് ലൈവിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ, കാണാത്തവരാണെങ്കിൽ കാണാം, ചാനലുണ്ട്, ലൈവിൻ്റെ റെക്കോർഡ്. ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ദെൻ ഇനാഡിക്വേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റി മറ്റൊരു പ്രശ്നം. കീൻ കോമ്പറ്റീഷൻ, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നവർക്ക് പ്രോബ്ലം വരുന്നു. ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ വിമൻ ഓൺട്രപ്രണേഴ്സിന്. ദെൻ നെക്സ്റ്റ് ലോ മൊബിലിറ്റി ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ അല്ലേ, മെന്നിൻ്റെ പോലെ പറ്റില്ല. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതൽ. നമ്മളിവിടെ എഡ്യൂക്കേഷന് വിമൻസ് എപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ലോ കപ്പാസിറ്റി ടു ബെയർ റിസ്ക് അല്ലേ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ലാക്ക് ഓഫ് ട്രെയിനിങ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രോബ്ലംസ്. അതിന് വേണ്ടിയിട്ടുള്ള അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പ്രൊമോഷണൽ ഹെൽപ്പ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക,
സെലക്ഷൻ ഓഫ് മിഷനറി ആൻഡ് ടെക്നോളജി അവർക്ക് ചെയ്തു കൊടുക്കുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് കൊടുക്കുക, അല്ല ഇതൊക്കെയാണ് പറയാൻ പറ്റുക. ദെൻ മറ്റൊരു എസ്സേ വന്നത് ഫേസസ് ഓഫ് EDP അല്ലെങ്കിൽ പ്രോസസ് ഓഫ് EDP നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. നമ്പർ 1 ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ആണ് ഓണ്ടർപ്രണേഴ്സിനെ. ദെൻ അവരുടെ കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് വേണ്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതാ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ആണ് നമ്പർ 1. ദെൻ സെലക്ഷൻ ഓഫ് ഓണ്ടർപ്രണേഴ്സ്, ഓണ്ടർപ്രണറിയൽ ട്രെയിനിങ് കൊടുക്കുക, ദെൻ ഫോളോ അപ്പ്. ഓക്കെ, എസ്സേക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഇനി എല്ലാ പേപ്പറിലും കഴിഞ്ഞ 4 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറിലും ഒരു എസ്സേ എന്ന് പറയുന്ന പ്രൊജക്ട് റിപ്പോർട്ടാണ്. എന്താണ് പ്രൊജക്ട് റിപ്പോർട്ട്? എ പ്രൊജക്ട് റിപ്പോർട്ട് ഫോർ ന്യൂ ബിസിനസ് കണ്ടക്ട്സ് എ profound roadmap for effectual business venture. It discuss whether the business requires finance or not, the challenging risk, several problems, etc. Hence it becomes vital for every new business to prepare a project report. A project report ഫോമാറ്റ് ആണ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഫോമാറ്റ്, കണ്ടൻസ്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ബിസിനസ്, കസ്റ്റമർ പ്രൊഫൈൽ, ലോങ് ആൻഡ് ഷോർട്ട് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്, ദെൻ മാർക്കറ്റ് അനാലിസിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ന്യൂ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ്. ഓക്കെ, ഇതാണ് ഫിനാൻഷ്യൽ അസസ്മെൻറ്റ്, ഓപ്പറേഷണൽ പ്ലാന്, ഓക്കെ, അപ്പൻഡിക്സ്. അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ്, കണ്ടൻസ്, ഇതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രൊജക്ട് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഡിസ്കഷനാണ്. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ കാരണം. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിന്ന് 6:30 സെക്കൻഡ് പാർട്ട് എക്സാമ്പിളായിട്ട് ലൈവ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സും കൂടി ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ലൈവിൽ വീണ്ടും കാണാം. then എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you and all the very best.